നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇസ്രയേലി ചരിത്രകാരനായിട്ടുള്ള യുവൽ നോവ ഹരാരിയുടെ നോളജ് ഈസ് പവർ എന്ന പാഠഭാഗമാണ്. 2014 പബ്ലിഷ് ചെയ്യപ്പെട്ട ഹരാരിയുടെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് നോളജ് ഈസ് പവർ എന്ന രീതിയിൽ പഠിക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗം ചർച്ച ചെയ്യപ്പെടുന്നത് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. നമുക്ക് ഏതായാലും പാഠഭാഗത്തിലേക്ക് കടക്കാം. മോസ്റ്റ് പീപ്പിൾ ഹാവ് എ ഹാർഡ് ടൈം ഡൈജസ്റ്റിംഗ് മോഡേൺ സയൻസ് ബിക്കോസ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അവർ മൈൻഡ്സ് ടു ഗ്രാസ്പ് ആൻഡ് ഇറ്റ്സ് ഫൈൻഡിങ് ഓഫൻ കോൺട്രഡിക്റ്റ് കോമൺ സെൻസ്. അപ്പോൾ തുടക്കത്തിലെ എഴുത്തുകാരൻ പറയുന്നത് ആധുനിക ശാസ്ത്രത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ, അതിനെ ദഹിപ്പിക്കാൻ എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കാൻ എന്താണ് മിക്ക ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അതായത് ആധുനിക ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മാത്തമെറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതിൻ്റെ ഗണിത ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ സയൻസിനകത്ത് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു ഭാഷയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇ ഈക്വൽ ടു mc² എന്നാണ് അല്ലെ. ഇ എന്ന് പറഞ്ഞാൽ എനർജി, എം എന്ന് പറഞ്ഞാൽ മാസ്, അതുപോലെ സി എന്ന് പറയുന്നാൽ എന്താണ് ആ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതേപോലെ ആ മാത്തമെറ്റിക്കൽ ലാംഗ്വേജ് ഒന്നും സാധാരണക്കാർക്ക് അറിയില്ലേ. മാത്രമല്ല രണ്ടാമത് പറയുന്നത് അതിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് കോൺട്രഡിക്റ്റ് ആണ്. കോൺട്രഡിക്റ്റ് എന്ന് വെച്ചാൽ വൈരുദ്ധ്യമാണ്. പ്രത്യേകിച്ച് കോമൺ സെൻസ്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിരുദ്ധമായുള്ള പല കണ്ടെത്തലുകളായിരിക്കും ഈ പറയുന്ന ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അതിന്റെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. Out of the 7 billion people in the world, how many really understand quantum mechanics, cell biology or macroeconomics? എന്നിട്ട് പറയണം, ലോകത്തിലെ 7 ബില്യൺ ജനങ്ങളിൽ എത്ര പേർക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി അറിയാം, അല്ലെങ്കിൽ സെൽ ബയോളജിയെ പറ്റി എത്ര പേർക്ക് അറിയാം, അതും അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിനെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. സയൻസ് നെവർത്ത്ലെസ് എൻജോയ്സ് ഇമ്മൻസ് പ്രസ്റ്റീജ് ബിക്കോസ് ഓഫ് ദ ന്യൂ പവർ ഇറ്റ് ഗീവ്സ് അസ്. അപ്പോൾ എന്നിരുന്നാലും സയൻസ് ആസ്വദിക്കുന്നുണ്ട് ഇമ്മൻസ് പ്രസ്റ്റീജ്, ധാരാളം പ്രശസ്തി അല്ലെങ്കിൽ അംഗീകാരം, ആദരവൊക്കെ ഈ ഒരു സയൻസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ന്യൂ പവർ ഇറ്റ് ഗിവ്സ് അസ്, അതായത് നമുക്ക് പുതിയ ശക്തി പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മാനവരാശിയെ മുഴുവൻ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സയൻസ് വഴിയാണ് കിട്ടിയിട്ടുള്ളത്. Presidents and generals may not understand nuclear physics, but they have a good grasp of what nuclear bombs can do. അപ്പോൾ പ്രസിഡന്റുമാർക്കും അല്ലെങ്കിൽ പട്ടാള ജനറൽമാർക്കൊന്നും ന്യൂക്ലിയർ ഫിസിക്സിനെ പറ്റി ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ന്യൂക്ലിയർ ഫിസിക്സ് ഉപയോഗിച്ച് ഈ ന്യൂക്ലിയർ ബോംബുകൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ ബോംബ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ പട്ടാളത്തിലെ ജനറൽമാർക്കും പ്രസിഡന്റുമാർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ സമയത്തൊക്കെ ഒരുപാട് രാജ്യങ്ങൾ ന്യൂക്ലിയർ ബോംബ്സ് മൂലം പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പല ജനറൽമാർക്കും അതേപോലെ തന്നെ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം, പക്ഷേ ന്യൂക്ലിയർ ഫിസിക്സിനെ പറ്റി അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ ആ സയൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ തിയറി എന്താണ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇൻ 1620 ഫ്രാൻസിസ് ബേക്കൺ പബ്ലിഷ്ഡ് എ സയൻറ്റിഫിക് മാനിഫെസ്റ്റോ ടൈറ്റിൽ ദ ന്യൂ ഇൻസ്ട്രുമെൻറ്റ്. 1620 ഫ്രാൻസിസ് ബേക്കൺ ദ ന്യൂ ഇൻസ്ട്രുമെന്റ് എന്ന ഒരു ശാസ്ത്രീയമായുള്ള ഒരു മാനിഫെസ്റ്റോ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് ബേക്കൺ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ ഇറ്റ്, അതിനകത്ത് ഹി ആർഗ്യൂഡ് ദാറ്റ്, അദ്ദേഹം വാദിച്ച കാര്യം എന്താ വെച്ചാൽ നോളജ് ഈസ് പവർ. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം അറിവാണ് ശക്തി എന്നാണ്. അത് തന്നെയാണ് നമ്മുടെ പാഠത്തിൻ്റെ ടൈറ്റിൽ അല്ലേ, നോളജ് ഈസ് പവർ. The real test of knowledge is not whether it is true, but whether it empowers us. അപ്പോൾ പറയുന്നത് വെച്ചാൽ അറിവിൻ്റെ യഥാർത്ഥ പരീക്ഷണം എന്ന് വെച്ചാൽ അത് സത്യമാണോ എന്നല്ല അല്ലേ, അറിവ് സത്യമാണോ എന്നല്ല, മറിച്ച് എന്താണ്, അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്നതാണ്. അതായത് അറിവ് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമില്ല, ആ അറിവ് വഴി നമുക്ക് എന്തെങ്കിലും ശക്തി കിട്ടുന്നുണ്ടോ, നമ്മൾ എംപവർ ചെയ്യുന്നുണ്ടോ നമ്മൾ അറിയേണ്ടത്. Scientists usually assume that no theory is 100% correct. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ 100% ശരിയല്ലെന്നാണ് ശാസ്ത്രജ്ഞരും സാധാരണയായിട്ട് അനുമാനിക്കുന്നത്. കാരണം അവർക്കറിയാം എല്ലാ തിയറികളും 100% ശരിയല്ല എന്ന് അവർക്കറിയാം. കോൺസിക്വൻ്റ്ലി ട്രൂത്ത് ഈസ് എ പുവർ ടെസ്റ്റ് ഫോർ നോളജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽഫലമായിട്ട് സത്യം എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ മോശം പരീക്ഷണമാണ്.
ദ റിയൽ ടെസ്റ്റ് ഈസ് യൂട്ടിലിറ്റി. ശരിയായ പരീക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ അതിന് ഉപയോഗ യോഗ്യതയാണ്. അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ നോളജിന്റെ ശരിക്കുള്ള പരീക്ഷണം എന്ന് വെച്ചാൽ അത് സത്യമാണോ എന്നല്ല, മറിച്ച് അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രമല്ല ഈ പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഒരു അറിവിന്റെ മോശം പരീക്ഷണമാണ്, എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. A theory that enables us to do new things constitute knowledge. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു സിദ്ധാന്തം, അത് നോളജിനെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്. ഓവർ ദ സെഞ്ചുറീസ് സയൻസ് ഹാസ് ഓഫേർഡ് us മെനി ന്യൂ ടൂൾസ്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ശാസ്ത്രം നമുക്ക് നിരവധി പുതിയ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലേ. സം ആർ മെന്റൽ ടൂൾസ്, ചിലതാണെങ്കിൽ മാനസികമായിട്ടുള്ള ഉപകരണങ്ങളാണ്. സച്ച് ആസ് ദോസ് യൂസ് ടു പ്രിഡിക്റ്റ് ഡെത്ത് റേറ്റ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. മെന്റൽ ടൂൾസ് എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ഉപകരണങ്ങൾ എന്നാണ്. അതായത് മനുഷ്യന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അവന്റെ അനുഭവജ്ഞാനം വെച്ചിട്ട് അവൻ്റെ ഒരു കണക്കൂട്ടലുണ്ട്, ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള, അങ്ങനെയുള്ള ഒരു പ്രിഡിക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെയാണ് നമ്മൾ ഈ മെന്റൽ ടൂൾസ് എന്ന് പറയുക. അപ്പോൾ ആ നൂറ്റാണ്ടുകളായിട്ട് ശാസ്ത്രം നമുക്ക് തന്നിട്ടുള്ള പുതിയ ഉപകരണങ്ങൾ, ആ മാനസികമായുള്ള ഉപകരണങ്ങൾ വഴി നമ്മൾ മരണനിരക്കും സാമ്പത്തിക വളർച്ചയും പ്രവചിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ആർ ടെക്നോളജിക്കൽ ടൂൾസ്. അപ്പോൾ അതിലും പ്രധാനമാണ് എന്ത്? ഈ സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് മെന്റൽ ടൂൾസിനേക്കാൾ ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. The connection forged between science and technology is so strong that today people tend to confuse the two. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും, അതായത് സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഇന്നത്തെ ആളുകൾക്ക് ആ ടെക്നോളജി എന്താണ് സയൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. We often think that it is impossible to develop new technologies without scientific research and that there is little point in search if it does not result in new technologies. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ശാസ്ത്രീയ ഗവേഷണമില്ലാതെ പുതിയ സാങ്കേതിക വിദ്യകളൊന്നും വികസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അസാധ്യമാണെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ദർ ഈസ് ലിറ്റിൽ പോയിന്റ് ഇൻ റിസർച്ച് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ന്യൂ ടെക്നോളജീസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ശാസ്ത്ര മേഖലകളിലെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജികളൊക്കെ കണ്ടെത്തുന്നത് റിസർച്ച് വഴിയാണ് അല്ലെങ്കിൽ ഗവേഷണം വഴിയാണ്. ആ ഗവേഷണം വഴി കണ്ടെത്തുന്ന പുതിയ കാര്യങ്ങളാണ് മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവരാറ്. അപ്പോൾ ആ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത് റിസർച്ചിലൂടെയാണ്. അപ്പോൾ ആ ഗവേഷണം നടത്തിയിട്ട് അതുവഴി ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ പാഴാണ്, അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്നാണ് പറയുന്നത്. ഇൻ ഫാക്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് എ വെരി റീസെന്റ് ഫിനോമിനൻ. അപ്പോൾ വാസ്തവത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ സമീപകാല പ്രതിഭാസമാണ്. അതായത് ഈ അടുത്ത് മുതലാണ് ഈ സയൻസും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ദൃഢമായതെന്നാണ് പറയുന്നത്. Prior to 1500, science and technology were totally separate fields. അതായത് 1500 മുമ്പ് ഈ ശാസ്ത്രവും സാങ്കേതികവിദ്യയും തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളായിരുന്നു എന്നാണ് പറയുന്നത്. When Bacon connected the two in the early 17th century, it was a revolutionary idea. അങ്ങനെ 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ബേക്കണ് ശാസ്ത്രത്തിനെയും സാങ്കേതികവിദ്യയും തമ്മിൽ ബന്ധിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷം അതൊരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയമായിരുന്നു പറയുന്നത്. ഡ്യൂറിംഗ് ദ 17th and 18th centuries, this relationship tightened. 17-ാം നൂറ്റാണ്ടിലും അതുപോലെ 18-ാം നൂറ്റാണ്ടിലും ഈ ഒരു ബന്ധം, ശാസ്ത്രവും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായി എന്നാ പറയുന്നത്. ബട്ട് ദ നോട്ട് വാസ് ടൈഡ് ഓൺലി ഇൻ ദ 19th century. പക്ഷേ 19-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രവും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ബന്ധം ഒന്നും കൂടി കെട്ടുറപ്പിച്ചതെന്ന് പറയുന്നത്. ഈവൻ ഇൻ 1800, most rulers who wanted a strong army and most business magnates who wanted a successful business did not bother to finance research in physics, biology or economics. അപ്പോൾ 1800 പോലും ശക്തമായിട്ടുള്ള വലിയ സൈന്യം ആഗ്രഹിച്ചിട്ടുള്ള മിക്ക ഭരണാധികാരികളും അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ബിസിനസ് ആഗ്രഹിച്ച മിക്ക ബിസിനസ് മാഗ്നറ്റുകളും ഈ ഫിസിക്സിൽ, ഭൗതിക ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിലോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലോ ഒന്നിനും ഗവേഷണത്തിനായിട്ട് സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല അല്ലെങ്കിൽ ധനസഹായം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊന്നും 1800-കളിൽ പോലും
സയൻസിന്റെ ഭാഗമായിട്ടുള്ള റിസർച്ചുകളിൽ കൂടുതലായിട്ട് പണം മുടക്കാൻ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നു. I don't mean to claim that there is no exception to this rule. A good historian can find precedent for everything. ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് വെച്ചാൽ ഐ ഡോണ്ട് മീൻ ടു ക്ലെയിം, ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ അവകാശപ്പെടുന്നില്ല ദാറ്റ് ദർ ഇസ് നോ എക്സെപ്ഷൻ ടു ദിസ് റൂൾ, അല്ലേ, ഈ ഒരു നിയമത്തിന് ഒരു അപവാദമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അല്ലേ. എന്നിട്ട് പറയാണ് എ ഗുഡ് ഹിസ്റ്റോറിയൻ ക്യാൻ ഫൈൻഡ് പ്രിസിഡന്റ് ഫോർ എവറിത്തിങ്, ഒരു നല്ല ചരിത്രകാരന് എല്ലാറ്റിനും ഒരു മാതൃക കണ്ടെത്താൻ കഴിയുന്ന പറയുന്നത്. But an even better historian knows when these precedents are but curiosities that cloud the big picture. എന്നാൽ ഇതിലും മികച്ച ഒരു ചരിത്രകാരന് ഈ കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊക്കെ പ്രവചിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന പറയുന്നത്. എന്നാലും ഈ വലിയ ഒരു ചിത്രത്തെ മറയ്ക്കുന്ന ചില ക്യൂരിയോസിറ്റി, ചില ജിജ്ഞാസകളൊക്കെ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ജനറലി സ്പീക്കിംഗ്, most pre-modern rulers and business people did not finance research about the nature of the universe in order to develop new technologies. മിക്ക ആധുനിക ഭരണാധികാരികളും അല്ലെങ്കിൽ ഈ വ്യവസായികളും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ പറ്റിയിട്ട് അതിന്റെ നേച്ചറിനെ പറ്റി പഠിക്കുന്ന ഗവേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ റിസർച്ചിന് ധനസഹായം നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്, അതായത് പ്രപഞ്ചത്തിലെ പുതിയ പുതിയ നിഗൂഢതകൾ തേടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഗവേഷണത്തിന് പണം നൽകിയിട്ടില്ല അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. And most thinkers did not try to translate their findings into ടെക്നോളജിക്കൽ ഗാഡ്ഗറ്റ്സ്. മാത്രമല്ല ഇത്രയും പരീക്ഷണങ്ങൾ നടത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല, അതിന് വേണ്ടിയിട്ട് അവർ പണം മുടക്കിയിട്ടുമില്ല. മാത്രമല്ല ആ കണ്ടെത്തലുകളൊക്കെ അവർ ടെക്നോളജിക്കൽ ഗാഡ്ഗറ്റ്സിലോട്ട് മാറ്റിയിട്ടില്ല. അവർ ആ പരമ്പരാഗത രീതിയിലേക്ക്, ഇപ്പോൾ പുസ്തകത്തിനകത്ത് എഴുതി വെക്കുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് മാത്രമായിട്ട് മാറിപ്പോയി. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിലേക്കുള്ള ചുവടുമാറ്റം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. Rulers financed educational institutions whose mandate was to spread traditional knowledge for the purpose of buttressing the existing order. അപ്പോൾ നിലവിലുള്ള ആ രീതി തുടരുന്നതിനായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗത അറിവ് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭരണാധികാരികൾ എന്ത് ചെയ്തു? ധനസഹായം നൽകി. അതായത് പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയെ പരിപോഷിപ്പിക്കുകയാണ് അവിടെ ഭരണാധികാരികൾ ചെയ്തത്. അതല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾക്ക് പണം മുടക്കാനൊന്നും ഭരണാധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് പറയുന്നത്. Here and there people did develop new technologies, but these were usually created by uneducated craftsmen using trial and error, not by scholars pursuing systematic scientific research. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. എന്നാൽ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തത് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല, അത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നല്ല, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരുള്ള ആളുകൾ അവരുടെ ട്രയൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ അവരൊരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെശക് പറ്റുമ്പോൾ ആ പെശകുന്ന് അവർ ശരി കണ്ടെത്തുന്ന രീതി, അങ്ങനെ ചെയ്ത് തെറ്റ് വരും, തെറ്റുന്ന് ശരി കണ്ടെത്തുന്ന ആ രീതിയിൽ അങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ അവരുടെ രീതിക്ക് വെച്ച് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ അവർ ഭൂമിയിൽ കണ്ടെത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ കണ്ടെത്തി എന്നാ പറയുന്നു. നോട്ട് ബൈ സ്കോളേഴ്സ് പേഴ്സിങ് സിസ്റ്റമാറ്റിക് സയന്റിഫിക് റിസർച്ച്, അല്ലേ, അവിടെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. കാർട്ട് മാനുഫാക്ചേഴ്സ് ബിൽഡ് ദ സെയിം കാർട്ട്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽസ് ഇയർ ഇൻ ഇയർ ഔട്ട്. അപ്പോൾ കാർട്ട് നിർമ്മാതാക്കൾ വർഷം തോറും ഒരേ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് വണ്ടികൾ നിർമ്മിച്ചതെന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽ മാറ്റാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നത്. ദേ ഡിഡ് നോട്ട് സെറ്റ് അസൈഡ് എ പെർസെൻറ്റേജ് ഓഫ് ദെയർ ആനുവൽ പ്രോഫിറ്റ്സ് ഇൻ ഓർഡർ ടു റിസർച്ച് ആൻഡ് ഡെവലപ്പ് ന്യൂ കാർട്ട് മോഡൽസ്. പുതിയ കാർട്ട് മോഡലുകൾ ഗവേഷണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് വികസിപ്പിക്കുന്നതിനും ഭാഗമായിട്ട് അവർ അവരുടെ ലാഭത്തിന്റെ 1% പോലും നീക്കി വെച്ചില്ലെന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്പനി ആകുമ്പോൾ അതിനകത്ത് ലാഭം ഉണ്ടാവും, ആ ലാഭം നീക്കി വെച്ചിട്ട് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഇന്നോവേറ്റീവായ കാര്യങ്ങളൊന്നും അവർ ആ മേഖലയിൽ കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത്.
കാർട്ട് ഡിസൈൻ ഒക്കേഷണലി ഇംപ്രൂവ്ഡ്. പക്ഷേ ഈ ഒരു കാർട്ടിന്റെ ഡിസൈന് ആ ഒരു യാദൃശ്ചികമായി തന്നെ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് വാസ് യൂഷ്വലി താങ്ക്സ് ടു ദ ഇൻജെന്യൂറ്റി ഓഫ് സം ലോക്കൽ കാർപ്പൻറ്റർ. പക്ഷെ ഇതിന് നന്ദി പറയേണ്ടത് അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അവിടെയുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരോ ഒന്നുമല്ല. അതിന് നന്ദി പറയേണ്ടത് ആരോടാണ്? അവിടെയുള്ള സം ലോക്കൽ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, പ്രാദേശികമായിട്ടുള്ള കാർപ്പൻറ്റേഴ്സ്, ആശാരിമാരുണ്ട്, അവരോടാണ് നന്ദി പറയേണ്ടത്. ഹു നെവർ സെറ്റ് ഫുട്ട് ഇൻ എ യൂണിവേഴ്സിറ്റി ആൻഡ് ഡിഡ് നോട്ട് ഈവൻ നോ ഹൗ ടു റീഡ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലും കാല് കുത്താത്ത, എഴുത്തും വായനയും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻപുറത്തെ ആശാരിമാരുടെ മിടുക്ക് കൊണ്ടാണ് ആ ഒരു കാർട്ടിന് മാറ്റങ്ങൾ സംഭവിച്ചെന്നാണ് പറയുന്നത്. അതായത് കഴിവുള്ള നാടൻ ആശാരിമാർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പുതിയ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാർട്ടിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അതല്ലാതെ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതോ അതല്ലാതെ അവിടെയുള്ള ഭരണാധികാരികളോ അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റ്സോ പണം മുടക്കി റിസർച്ച് ചെയ്തിട്ടുള്ള കണ്ടെത്തലുകളോ ഒന്നും അല്ല അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് അവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ആശാരിമാരോടാണ് പറയുന്നത്. ദിസ് വാസ് ട്രൂ ഓഫ് ദ പബ്ലിക് ആസ് വെൽ ആസ് ദ പ്രൈവറ്റ് സെക്ടർ. Whereas modern states call in their scientists to provide solutions in almost every area of national policy, from energy to health to waste disposal, ആൻഷ്യൻ കിങ്ഡംസ് സെൽഡം ഡിഡ് സോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുമേഖലയിലും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലും സത്യം തന്നെയായിരുന്നു പറയുന്നത്. ഊർജം മുതൽ ആരോഗ്യം, മാലിന്യ നിർമ്മാർജ്ജനം വരെ ദേശീയ നയത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും പരിഹാരങ്ങൾ നൽകാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനായിട്ട് ആധുനിക സംസ്ഥാനങ്ങൾ, അതായത് പുതിയ പുതിയ സംസ്ഥാനങ്ങൾ അവരുടെ ശാസ്ത്രജ്ഞരെ വിളിക്കുമ്പോൾ പുരാതനമായിട്ടുള്ള രാജ്യങ്ങൾ, പണ്ടുള്ള രാജ്യങ്ങളൊക്കെ എന്താ ചെയ്ത് അപൂർവമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആധുനിക സംസ്ഥാനങ്ങൾ, അതായത് ഈ അടുത്ത് നിലവിൽ വന്ന സംസ്ഥാനങ്ങളൊക്കെ എവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പരിഹരിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് പരമ്പരാഗത രീതിയിലുള്ള പഴയ രാജ്യങ്ങൾ, ഇപ്പോൾ പുരാതന രാജ്യങ്ങളിൽ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പരമ്പരാഗതമായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആശാരിമാരെ പോലെ തന്നെയുള്ള പരമ്പരാഗത തൊഴിലാളികൾ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. The contrast between then and now is most pronounced in weaponry. അപ്പോൾ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ആയുധവിദ്യയിലാണെന്നാണ് പറയുന്നത്. When outgoing President Dwight Eisenhower warned in 1961 of the growing power of the military industrial complex. അങ്ങനെ 1961 സ്ഥാനമൊഴിയുന്ന അമേരിക്കയുടെ 34ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഐസൻഹവർ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് വർദ്ധിച്ചു വരുന്ന സൈനിക വ്യാവസായിക ശക്തിയെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് 1961 ഐസൻഹവർ നൽകിയിട്ടുള്ളത്. He should have alerted his country to the military industrial scientific complex because today's wars are scientific productions. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ ആ ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ സൈനിക വ്യാവസായിക ശാസ്ത്ര സമുച്ചയത്തെ കുറിച്ചാണ്. അതായത് 3 കൂടിച്ചേരലാണ്. ഏതൊക്കെ? സൈനികം, വ്യാവസായികം, അതേപോലെ ശാസ്ത്രം. ഇത് 3 കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടതായിട്ടെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ കാരണം ഇന്നത്തെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അതായത് ശാസ്ത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തി ആ കണ്ടുപിടുത്തങ്ങളാണ് യുദ്ധത്തിലേക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വെപ്പണുകളാണ് ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് ബോംബായിക്കോട്ടെ, ആറ്റം ബോംബായിക്കോട്ടെ, മറ്റുള്ള മാരക ഉഗ്രശേഷിയുള്ള മറ്റുള്ള എല്ലാ വിനാശകാരിയായിട്ടുള്ള ആയുധങ്ങളും ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാണ്. അപ്പോൾ ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് യുദ്ധത്തിലേക്കാണ് പരിണമിക്കുന്നത്. അപ്പോൾ സൈനിക വ്യാവസായിക ശാസ്ത്രത്തിന്റെ ആ കൂടിച്ചേരലുകളുടെ മുന്നറിയിപ്പാണ് 1961 പ്രസിഡന്റ് നൽകിയിട്ടുള്ളതെന്ന് പറയുന്നത്. The world's military forces initiate, fund and steer a large part of humanity's scientific research and technological development. ഇപ്പോൾ ലോകത്തിലെ വലിയ സൈനിക ശക്തികൾ ഈ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ശാസ്ത്ര ഗവേഷണങ്ങൾക്കും അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതികൾക്കും വേണ്ടിയിട്ട് പണം മുടക്കുന്നതും നയിക്കുന്നതൊക്കെ ഇപ്പോൾ അവരാണ്. അപ്പോൾ ഈ സൈനിക ശക്തികളാണ് എല്ലാ തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങൾക്കും സാങ്കേതിക പുരോഗതിക്കും വേണ്ടി പണം മുടക്കുന്നതെന്നാണ് പറയുന്നത്. When World War I bogged down into interminable trench warfare, both sides called in the scientists to break the deadlock and save the nation. അപ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിച്ച് അതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിങ്ങനെ ട്രഞ്ച് വാർഫെയറിലോട്ട് നീണ്ടുപോയി. ട്രഞ്ച് വാർഫെയർ എന്ന് വെച്ചാൽ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ശത്രുക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത്തരം വാർഫെയർ നീണ്ടുപോയപ്പോൾ അത് യുദ്ധം അവസാനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തു നിന്നും, അതായത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന രണ്ട് ഭാഗത്തുള്ള രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് സയന്റിസ്റ്റുകൾ വിളിക്കുകയാണ്, അവരുടെ രാജ്യത്തെ സയന്റിസ്റ്റുകൾ വിളിക്കുകയാണ് ടു ബ്രേക്ക് ദ ഡെഡ് ലോക്ക് ആൻഡ് സേവ് ദ നേഷൻ. അപ്പോൾ ഇരുപക്ഷവും, അതായത് യുദ്ധം നടത്തുന്ന രണ്ട് പക്ഷക്കാരും എന്ത് ചെയ്തു, ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാനായി, ഈ ഡെഡ് ലോക്ക് ഒഴിവാക്കാനായിട്ട്, രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ശാസ്ത്രജ്ഞരെ വിളിക്കുകയാണ്. The men in white answered the call, and out of the laboratories rolled a constant stream of new wonder weapons. The men in white answered the call. അപ്പോൾ വെള്ളവസ്ത്രധാരികൾ, അതായത് ഈ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യാണ്, ഈ രാജ്യത്തെ സേവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങി വരികയാണ്. ആൻഡ് ഔട്ട് ഓഫ് ദ ലബോറട്ടറീസ് റോൾഡ് എ കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് ന്യൂ വണ്ടർ വെപ്പൺസ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ അവിടെയുള്ള ലബോറട്ടറികളിലൊക്കെ പുതിയ പുതിയ ആയുധങ്ങൾ, വെപ്പൺസ് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. കോംബാറ്റ് എയർക്രാഫ്റ്റ്, യുദ്ധവിമാനങ്ങൾ, പോയിസൺ ഗ്യാസ്, വിഷവാതകങ്ങൾ, ടാങ്ക്സ്, വലിയ ടാങ്കുകൾ, സബ്മറൈൻസ്, അന്തർവാഹിനികൾ, ആൻഡ് എവർ മോർ എഫിഷ്യൻറ്റ് മെഷീൻ ഗൺസ്, കൂടുതൽ കാര്യക്ഷമതയുള്ള യന്ത്രത്തോക്കുകൾ, ആർട്ടിലറി പീസസ്, പീരങ്കികൾ, റൈഫിൾസ് ആൻഡ് ബോംബ്സ്, റൈഫിളുകളും അതുപോലെ ബോംബുകളും, ഇതൊക്കെ ആ ഒരു സമയത്ത് അവിടുത്തെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് ലബോറട്ടറികളിൽ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നു. സയൻസ് പ്ലേഡ് ആൻ ഈവൻ ലാർജർ റോൾ ഇൻ വേൾഡ് വാർ ടു. ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിലും ശാസ്ത്രം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 മുതൽ 1945 വരെയായിരുന്നു. അത് രണ്ട് ചേരികളായിട്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. ആ രണ്ട് ചേരികളിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നതിനകത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, അതേപോലെ തന്നെ ആലീസ് ഉണ്ടായിരുന്നു, സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഫ്രാൻസ്, ബ്രിട്ടൻ, USA, അതുപോലെ സോവിയറ്റ് റഷ്യ, ഇവരൊക്കെയായിരുന്നു ആലീസിൽ, സഖ്യകക്ഷികളിൽ. ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് അമേരിക്ക ജപ്പാനിൽ കൊണ്ടുപോയിട്ട് അണുബോംബ് വർഷിക്കുകയും തുടർന്നാണ് ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുന്നത്. By late 1944, Germany was losing the war and defeat was imminent. 1944 അവസാനത്തോടെ ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെടുകയും പരാജയം ആസന്നമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം 1939 തുടങ്ങിയിട്ടുള്ളത്, അത് 45 അടുക്കുന്ന സമയത്താണ് ആ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ 44 ഏകദേശം ജർമ്മനി പരാജയത്തിന്റെ വക്കിൽ എത്തിയിട്ട് നിൽക്കുകയാണ്. A years earlier, the Germans allies, the Italians had toppled Mussolini and surrendered to the Allies. അപ്പോൾ ഒരു വർഷം മുമ്പ്, അതായത് 1944 മുമ്പ് ജർമ്മനിയുടെ സഖ്യകക്ഷികളായുള്ള ഇറ്റലിക്കാർ ഈ മുസോളിനിയെ അട്ടിമറിക്കുകയും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങുകയും ചെയ്തു. ബട്ട് ജർമ്മനി കെപ്റ്റ് ഫൈറ്റിംഗ് ഓൺ ഈവൻ ദോ ദ ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് സോവിയറ്റ് ആർമീസ് വെർ ക്ലോസിംഗ് ഇൻ. പക്ഷേ ബ്രിട്ടീഷ്, അമേരിക്കൻ, സോവിയറ്റ്, അതായത് റഷ്യ അടക്കമുള്ള സൈന്യങ്ങൾ ഒന്നിച്ച് ആക്രമിച്ചിട്ടും ജർമ്മനി ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. One reason German soldiers and civilians thought not all was lost was that they believed German scientists were about to turn the tide with so-called miracle weapons such as the V2 rocket and jet-powered aircraft. ജർമ്മനി അവസാന നിമിഷം വരെ ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, അവിടെയുള്ള പട്ടാളക്കാരും സാധാരണക്കാരൊക്കെ വിശ്വസിക്കുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതായുധങ്ങൾ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ചും V2 റോക്കറ്റും ജെറ്റ് പവർ എയർക്രാഫ്റ്റൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരിക്കലും ജർമ്മനി പരാജയപ്പെടില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതായത് അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരെ അവിടെയുള്ള ജനങ്ങളും പട്ടാളക്കാരൊക്കെ വിശ്വസിക്കാനുണ്ടായിട്ടുള്ളത്. While the Germans were working on rockets and jets, the American Manhattan Project successfully developed atomic bombs. ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ ഈ പറയുന്ന V2 റോക്കറ്റും അല്ലെങ്കിൽ ജെറ്റ് പവേർഡ് എയർക്രാഫ്റ്റിനെ പറ്റിയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പക്ഷെ അതേ സമയത്ത് അമേരിക്ക ചെയ്തതെന്ന് വെച്ചാൽ അവർക്കൊരു മാൻഹാട്ടൻ എന്ന പദ്ധതി ഉണ്ടായിരുന്നു. ആ മാൻഹാട്ടൻ പദ്ധതി പ്രകാരം ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള അണുബോംബുകൾ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ജർമ്മനി റോക്കറ്റും ജെറ്റ് എയർക്രാഫ്റ്റും നിർമ്മിക്കുന്ന സമയത്ത് അമേരിക്ക അതിനു മുകളിലുള്ള അണുബോംബിലേക്കാണ്, അല്ലെങ്കിൽ പുതിയ ശാസ്ത്രവശത്തിലേക്കാണ് അവർ കടന്നതെന്ന് പറയുന്നു. By the time the bomb was ready in early August 1945, Germany had already surrendered, but Japan was fighting on. അങ്ങനെ 1945 ഓഗസ്റ്റിൽ ആദ്യം ജർമ്മനി കീഴടങ്ങിയിരുന്നു. പക്ഷേ ജപ്പാൻ എന്ത് ചെയ്തു, യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഫോഴ്സസ് were poised to invade its home islands. അമേരിക്കൻ സൈന്യം ജപ്പാൻകാരുടെ ഓരോ ദ്വീപുകളും ആക്രമിക്കാൻ തുടങ്ങി. ദ ജാപ്പനീസ് വോവ് ടു റെസിസ്റ്റ് ദ ഇൻവെൻഷൻ ആൻഡ് ഫൈറ്റ് ടു ദ ഡെത്ത്. പക്ഷേ ജപ്പാൻകാർ എന്ത് ചെയ്യാണ്, അവസാന നിമിഷം വരെ പോരാടുന്ന അവർ ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. ദർ വാസ് എവറി റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് നോ ഐഡിയൽ ത്രെട്ട്.
അപ്പോൾ ഒരു തരത്തിലും അവർ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് ജപ്പാനീസ് യുദ്ധം ചെയ്യണം. അപ്പോൾ അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമാണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന നിമിഷത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കൻ ജനറൽസ് ടോൾഡ് പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അപ്പോൾ അമേരിക്കയിലെ ജനറൽസ്, പട്ടാള ജനറൽസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാനോട് പറയാണ്, ആൻ ഇൻവെൻഷൻ ഓഫ് ജപ്പാൻ വുഡ് കോസ്റ്റ് ദ ലൈവ്സ് ഓഫ് 1,000,000 അമേരിക്കൻ സോൾജേഴ്സ് ആൻഡ് വുഡ് എക്സ്റ്റെൻഡ് ദ വാർ വെൽ ഇൻ ടു 1946. അപ്പോൾ ജനറൽമാർ പ്രസിഡന്റിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ ജപ്പാന്റെ അധിനിവേശം മൂലം ഏകദേശം 1 ദശലക്ഷം അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും 1946 വരെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. ട്രൂമാൻ ഡിസൈഡഡ് ടു യൂസ് ദ ന്യൂ ബോംബ്. അങ്ങനെയാണ് ട്രൂമാന് ആ ഒരു പുതിയ ബോംബ് അല്ലെ ആറ്റം ബോംബ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. 2 weeks and 2 atom bombs later. 2 ആഴ്ച പിന്നിട്ടു 2 ആറ്റം ബോംബ് അല്ലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലുമായിട്ട് 2 ആറ്റം ബോംബ് വർഷിപ്പോൾ ജപ്പാൻ സറണ്ടേർഡ് അൺകണ്ടീഷണലി ആൻഡ് ദ വാർ വാസ് ഓവർ. അപ്പോൾ ജപ്പാൻ എന്ത് ചെയ്യാണ്, നിരുപാധികം കീഴടങ്ങി യുദ്ധം അവസാനിക്കാണ്ടായുള്ളത്. അങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട് ജപ്പാൻ തകർന്നടിക്കുകയും അമേരിക്ക വലിയ ശക്തിയായിട്ട് വരിക ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ വിജയത്തിന് പിറകിൽ എന്താണ്, ശാസ്ത്രത്തിന്റെ ആ ഒരു കുതിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തൽ തന്നെയാണ്, ആ നോളജ് തന്നെയാണ്. ആ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ മൂലം, ഒരു വലിയ അണുവിസ്ഫോടനം മൂലം ഒരു രാജ്യത്തെ തകർക്കാൻ പറ്റും എന്നുള്ള ആ ഒരു സയൻസിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ആ നോളജിന്റെ കണ്ടെത്തലാണ് ഇവിടെ അമേരിക്കയ്ക്ക് വിജയമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സയൻസിന്റെ കണ്ടെത്തൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെ തന്നെയാണ്, ഈ ഒരു യുദ്ധമേഖലയിൽ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് സെഷൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.